Guys, welcome to our YouTube channel. ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്കാണ് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഹായ്, എന്തിൽ കയറാൻ പോവാ? യന്ത്രൂഞ്ഞാല് എന്തിലാ കയറുന്നത് ഗൈസ്? അതെ, അകലാണ് കയറാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഡ്രാഗണൊന്നും കയറിയിട്ടില്ല. കയറിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത് കേട്ടോ ഗൈസ്. എക്സൈറ്റ്മെന്റാണ്, ഓണാണ്. അപ്പം നമ്മൾ യന്ത്രൂഞ്ഞാലൊക്കെ കയറിയിട്ട് എന്താ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. മസ്റ്റ് ട്രൈ ആണോ അല്ലയോ നമുക്ക് അറിയാം കേട്ടോ. ഓർക്കാട്ടേരിയിലല്ലേ? ഞാൻ ഇതുവരെ നമ്മുടെ കൂടെ പോയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. വന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയാ. വോട്ട് ചെയ്തോ സ്വാതി? വോട്ട് ചെയ്തു, കന്നി വോട്ട് ചെയ്തു. ഞങ്ങളും വോട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഇത് കിട്ടിയില്ല. എന്താണ് മറ്റേത് അലുവ കിട്ടുന്നു പറഞ്ഞായിരുന്നു. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു കന്നി വോട്ടുകാർക്ക് അലുവ കിട്ടുന്നു. ഗൈസ്, സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. തരാതെ പറ്റിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഹലുവയും പിന്നെ എന്തൊക്കെയോ കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ കാർഡൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് വോട്ടിങ്ങിന്. പക്ഷെ നമുക്ക് ഒന്നും കിട്ടിയില്ല. ചോദിച്ച് എന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. മോശമല്ല. അതെ അതെ. ചിന്നുവിന് കന്നി വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയോ? കന്നി വോട്ട് ചെയ്തിട്ട് ഹൽവ കിട്ടിയോ? ഉലുവ കിട്ടി. ചിന്നു 1 കിലോ ഉലുവ വീട്ടിലേക്ക്. അതുപോലും കിട്ടിയില്ല. കാർത്തൂന് കിട്ടിയോ കന്നി വോട്ട് ചെയ്തപ്പോ? പിന്നെ അമ്മൂന് എത്രാമത്തെ വോട്ടാണ് അമ്മു? യെസ്, എന്റെ അമ്മൂന് സെക്കൻഡ് വോട്ടാണ്. 22ാം വയസ്സിലെ കന്നി വോട്ടാണ്. ആൾക്കാർ 18ആയുള്ളൂ. 22ാം വയസ്സിലെ കന്നി വോട്ട്. അത് 18ാം വയസ്സില് 21ാമത്തെ വയസ്സിലെ കന്നി വോട്ട്. അത് എത്ര വയസ്സില്? 18 അല്ല 19 വയസ്സിലെ കന്നി വോട്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണില്ല. 3 കന്നി വോട്ട്. ഞങ്ങൾ റെയിൽ ക്രോസ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് നടന്നു പോവാന്നാണ് വിചാരിച്ചത്. ഒരു എക്സ്പീരിയൻസ്. കുറെ കാലമായി ഞങ്ങൾ നടന്നു പോയിട്ട് ബീച്ചിലേക്കൊക്കെ. ഹായ്, വലിയ ട്രെയിനാണ് ഗൈസ്. കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതൊരു അന്ത്യം. എങ്ങനെയാ പോന്നമ്മു? നമ്മളെങ്ങനെയാ പോകുന്നത്? ട്രെയിന്, വീട് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബീച്ചിലെത്തി. അയ്യേ, എനിക്ക് താഴെ തിരി വരുന്നു സ്വാതി. ഇവിടെ കൂടെ പോയാലോ? റോഡിലൂടെ പോയാലോ? ഞങ്ങൾ വ്ളോഗേഴ്സ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ ഭയങ്കര മടിയാവാണ്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയേണ്ടത് സജസ്റ്റ് ചെയ്ത് തരണം. ഞങ്ങൾ കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് സജസ്റ്റ് ചെയ്യണം, എങ്ങനെ വ്ളോഗ് ചെയ്യണം, എന്തൊക്കെ ഇടണം. കാക്കയാണോ? സോറി. നമ്മൾ മെയിൻ ബീച്ചിലെത്തി. ഇവിടെ വെളിച്ചോണ്ട് സ്വാതി. ഉണ്ട്, നല്ല രസമുണ്ട്. മെയിൻ ബീച്ചിലെത്തി നമ്മൾ. സ്വാതി ബീച്ചെന്ന് കാണിച്ചു. ഇങ്ങനെയാണ് ബീച്ചുള്ളത്. നമുക്ക് എന്താ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് യന്ത്രൂഞ്ഞാല് കയറണം നമ്മളെ മെയിൻ. സ്വാതി എന്താ പറയാനുള്ളത്? നമുക്ക് യന്ത്രൂഞ്ഞാലിൽ കയറണം. അതന്നെയല്ലേ ഞാൻ നമുക്ക് കുറച്ച് വായ നോക്കണം. ചിന്നു, നമ്മളെ പ്ലാൻ എന്താ? വീണ്ടും അത് പറയല്ലേ പ്ലീസ്. മെറൈൻ ബീച്ച് ഉണ്ടോ ഇവിടെ? സ്വാതി, യൂട്യൂബ് ബ്ലോഗിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങളെ യൂട്യൂബ് ബ്ലോഗ് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചിന്ന ബ്ലോഗിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതല്ലേ പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യണം, വളരണോ? നമ്മളെ ഇൻഫ്ലുവൻസറാണ്. അതെ, അൺഎംപ്ലോയ്മെന്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്, നമ്മള് നാടിന്റെ വികസനം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണം. വോട്ടെല്ലാരും ചെയ്തല്ലേ. സ്വാതി ഇതാണ് നമ്മുടെ ഞങ്ങൾ കയറും. ഞങ്ങൾ കിട്ടാൻ മതിയായിരുന്നു എന്നാണുള്ളൂ. ഓ മൈ ഗോഡ്, കുറേ ആൾക്കാരുണ്ട്. ഫ്രണ്ട് കാണിച്ചു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾ പറയാം. ആദ്യമായിട്ടല്ല സിൽവർ സ്റ്റോൺ, പക്ഷെ ഇത് അത്ര ഹൈറ്റിന് ഇത് ഭയങ്കര ഹൈറ്റ് ആണെന്ന് എനിക്കറിയില്ല.
കഴിഞ്ഞോ? അമ്മ ഇറങ്ങി ഓടാൻ ഇത് തരുവേട്ട വീട്ടിൽ കുഴപ്പമില്ലാന്നുള്ളൂ. ആർക്കാണല്ലോ ഉണ്ടായിരുന്നോ? അഭിരാമി കാരണം ഉണ്ടായ ക്രൗഡ് നോക്കൂ ഗൈസ്. ഒരു മനുഷ്യമില്ലാത്ത സ്ഥലമായിരുന്നു അഭിരാമി. ക്രൗഡ് കയറാൻ പോകുന്നത് ഗൈസ് ശ്രീഷ ആൻഡ് കൃഷ്ണ.